മനാഫിനെതിരെ അർജുന്റെ കുടുംബം. മനാഫ് അനാവശ്യമായി ഫണ്ട് പിരിക്കുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. പിച്ചെടുക്കേണ്ട ആവശ്യം കുടുംബത്തിന് നിലവിലില്ല. മനാഫ് കുടുംബത്തിന്റെ വൈകാരികത ചൂഷണം ചെയ്യുകയാണ്. ഈശ്വർ മാൽപേയുമായി ചേർന്ന് മനാഫ് നാടകം കളിക്കുകയായിരുന്നു. മാൽപേയുമായി ചേർന്ന് യൂട്യൂബ് വീഡിയോ നിർമ്മിക്കുകയും വ്യൂസ് കൂട്ടുകയുമായിരുന്നു മനാഫിന്റെ ലക്ഷ്യം. സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുതെന്നും അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു. എന്നിട്ട് അപ്പം നമ്മൾ അവനൊരു സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും. അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്കത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോൾ അത് എടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളിലും അത് ഓടി നടക്കുക. ഇന്ന വ്യക്തികൾ ഇത് പൈസ കൊടുത്തു. എത്രത്തോളം മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ലോറിയോടും അല്ല തന്നത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാരായിരുന്നു. 2000 രൂപയാണ് തന്നത്. ഇതെല്ലാം ഓപ്പണായിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല, ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ അത് അർജുവേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് അർജുവേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കിയെടുത്ത് ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നത്. ഇതിങ്ങനെ സ്പ്രെഡ് ആകും. അപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ചാല് നമ്മള് പൈസ കൊടുത്ത് നന്നാക്കിയ വണ്ടിയാണ്. ഇത് ഈ ജൂലൈ 10 നന്നാക്കിച്ച വണ്ടിയാണ്. ഈ സംഭവം നടക്കുന്നതിന്റെ എത്ര മുന്നേ നടന്ന സംഭവമാണ്. ഞാനിന്നിപ്പം പണിക്ക് പോയി വന്നതാണ്. പക്ഷെ എനിക്ക് ഒരു ആൾക്കാർ മുന്നിൽ ഫേസ് ചെയ്യാനൊക്കെ ഒരു ചടപ്പായിട്ട് തിരികെ വന്നതാണ്. അപ്പൊ ഈ ബൈക്കിന്റെ കാര്യം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വൈകാരികത ചൂഷണം ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന നമുക്ക് ഇത്രയും ആവശ്യപ്പെടണുള്ളൂ. അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ അർജുന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയും ആ നടപടിയും ആണ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും. ഇനിയും പ്രതികരിക്കേണ്ടി വരും. ഈ രീതിയിലല്ല, ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും. മനാഫിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അർജുന്റെ കുടുംബം ഉന്നയിക്കുമ്പോൾ മനാഫിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് താൻ പണം വാങ്ങിയിട്ടില്ല, വാങ്ങിയെങ്കിൽ തന്നെ കല്ലെറിഞ്ഞു കൊന്നോളൂവെന്നായിരുന്നു മനാഫ് പ്രതികരിച്ചത്. അർജുന്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തനിക്ക് വേണ്ടിയാണ്, അതിലെന്താണ് തെറ്റെന്ന് മനാഫ് ചോദിക്കുന്നു. പുതിയ ലോറിക്കും അർജുൻ എന്ന് തന്നെ പേരിടുമെന്നും മനാഫ് പറഞ്ഞു. അർജുന്റെ ഫാമിലി ആയിട്ട് ഞാൻ ഇന്നും കാണുന്നുണ്ട്. ഓർക്കൊരു ബുദ്ധിമുട്ടാണ്. ഓരിപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. ഓല് ഇതിന് മുമ്പ് എന്നോട് പേഴ്സണലായിട്ടും പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാനതൊന്നും കാണില്ല. എനിക്ക് അതിൽ ഓരോ ഒഴിവാക്കാനൊന്നും കഴിയില്ല. ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഓർക്ക് ഇനി ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി തീർച്ചയായിട്ടും ഓരോ കൂടെ ഉണ്ടാവും. അത് ഓരത് മാത്രമല്ല, ഞാൻ എൻ്റെ ഏത് ജോലിക്കാരെ കൂടി എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതന്നെ ഞാൻ ചെയ്യൂ. എനിക്ക് അമ്മയുടെ ആരോഗ്യ പ്രശ്നം കണക്കിലെടുക്കാതെ അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും ആ ലൈവ് യൂട്യൂബിൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഏത് ലൈവ്? അമ്മയുമായിട്ട് അഭിമുഖം ചെയ്യാനും ചെയ്തിരുന്നു. ഞാനോ? ഇല്ല. യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനൽ ഏതായാലും മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലോറിയുടെ അമ്മ മനാഫ് എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അതിൽ കയറി നോക്കിക്കോളൂ. ഞാനും അമ്മയും തമ്മിൽ എന്താ അഭിമുഖം നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഏത് സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അതിപ്പോ ഈ ഒരു 10-20 ദിവസം മുമ്പേ. എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങണത് എന്ത് വലിയ തെറ്റാണോ? വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, മനാഫ് അർജുന്റെ മൃതദേഹവുമായി തിരികെ എത്തുമ്പോഴും ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് അർജുനേക്കാൾ അപ്പുറം മനാഫിനെ കുറിച്ച് കൂടിയാണ്. അതൊന്നുമായിരുന്നില്ല സത്യമെന്ന് അർജുന്റെ കുടുംബം ആരോപിക്കുന്നു. വലിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് കടക്കുന്നു. വെറും വൈകാരികത മാർക്കറ്റ് ചെയ്യുക മാത്രമായിരുന്നു മനാഫ് ചെയ്തുകൊണ്ടുവന്നത് എന്ന് കുടുംബം പറയുന്നു. അതിനെല്ലാം മനാഫ് മറുപടി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കേസിലേക്കൊക്കെ പോകുന്ന രീതിയിൽ എന്തെല്ലാം വഴിത്തിരിവുകളാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ?
അപർണ, ഞാനിപ്പോൾ ഈ കോഴിക്കോട് നഗരത്തിലെ ഒരു സ്വകാര്യ ഹോട്ടലിൻ്റെ ഉൾവശത്താണ്. നമ്മൾ നിൽക്കുന്ന ഈ മുറിക്കുള്ളിൽ ഒരു സ്വീകരണ ചടങ്ങ് നടക്കുകയാണ്. സല്യൂട്ട് ദ ഹീറോ എന്ന പേരിൽ മനാഫിന് ആദരവർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. നേരത്തെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ ഈ അർജുൻ്റെ കുടുംബം ഈ മനാഫിനെതിരെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ അടച്ചിട്ട മുറിയിൽ ഈ യോഗം നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കാരണം ഒരു വശത്ത് മനാഫ് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു എന്ന ഒരു ആരോപണം കുടുംബം തന്നെ മുന്നോട്ട് വെക്കുന്നു. വൈകാരികമായ ഈ വിഷയം ഒരു മുതലെടുപ്പിനായി മനാഫ് ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. യൂട്യൂബ് പേജിൻ്റെ റീച്ച് കൂട്ടുക എന്ന ലക്ഷ്യം ഈ ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുണ്ട്. ഒപ്പം അനധികൃതമായി പണപ്പിരിവ് നടത്താൻ, അതായത് കുടുംബത്തിൻ്റെ വൈകാരികത ചൂഷണം ചെയ്ത് പണപ്പിരിവ് നടത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നു എന്ന ഒരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും എണ്ണിയാണ് കുടുംബം പറയുന്നത്. കാരണം ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരുപക്ഷെ തങ്ങൾക്ക് നേരെയും വിമർശകർ എത്താനുള്ള സാധ്യതകൾ അവർ തള്ളിക്കളയുന്നില്ല. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇപ്പോൾ തങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഒരു കുടുംബത്തിൻ്റെ വൈകാരികതയെ അങ്ങേയറ്റം മോശകരമായ രീതിയിൽ മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈശ്വർ മാൽപ്പയും മനാഫുമായി ചേർന്ന് ഈ കർണാടകത്തിലെ തെരച്ചിൽ നടക്കുന്ന സമയത്തൊക്കെ വലിയ നാടകം കളിച്ചിരുന്നു എന്ന് തന്നെ അവർ പറയുന്നു. ഡ്രഡ്ജിങ്ങിലൂടെ മാത്രമേ ഈ മൃതശരീരം വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതിന് കർണാടക സർക്കാർ പൂർണ്ണമായും സമ്മതിച്ചു. കേരള സർക്കാർ അതിൻ്റെ പിന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പോലും അവിടെ ഈശ്വർ മാൽപ്പയെ മുൻനിർത്തിയുള്ള ഒരു നാടകം കളി നടന്നിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഈശ്വർ മാൽപ്പയുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. കാരണം ഈ ദൃശ്യങ്ങൾ ഓരോന്ന് പകർത്തുക, അല്ലെങ്കിൽ ഇതേക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളൊക്കെ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പുറത്തേക്കിട്ട് ആ റീച്ച് വർദ്ധിപ്പിക്കുന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്നാണ് കുടുംബം പറയുന്നത്. ആദ്യ ദിനങ്ങളിലൊക്കെ ഈ തെരച്ചിലിൻ്റെ ഒന്നാം ഘട്ടത്തിൽ കൃത്യമായൊരു ഇടപെടൽ കാര്യമായി കുടുംബത്തോട് ചേർന്ന് തന്നെ നിന്നാണ് മനാഫ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നു. പിന്നീട് ഈ കുടുംബത്തിൻ്റെ വൈകാരികത, അല്ലെങ്കിൽ അർജുൻ്റെ അമ്മയുടെ പേരൊക്കെ ദുരുപയോഗം ചെയ്തുള്ള മുതലെടുപ്പിന് ശ്രമങ്ങളാണ് ഈ മനാഫിൻ്റെ ഭാഗത്തു നിന്നും ഈശ്വർ മാൽപ്പയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായതെന്ന് പറയുന്നു. ഒപ്പം ഈ അർജുൻ ഫൈൻഡ് ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ അർജുനെ കണ്ടെത്തുന്നതാവശ്യപ്പെട്ട് ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടിരുന്നു. ഇത്തരമൊരു ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് കുടുംബം പറയുന്നു. മനാഫിൻ്റെ ഈ അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് ബന്ധപ്പെടാൻ കുടുംബത്തിന് ഫോൺ നമ്പർ നൽകിയിരുന്നു. ഓരോ കാര്യങ്ങളും ഓരോ സമയത്ത് കൃത്യമായി വിളിച്ച് ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ആക്ഷൻ കമ്മിറ്റി ചില ആവശ്യങ്ങളുമായി തിരുവനന്തപുരത്ത് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് ശരിയായില്ല എന്ന് കുടുംബം പറയുന്നു. കാരണം ഈ രാഷ്ട്രീയ നേതാക്കൾ കൃത്യമായി, ഭരണാധികാരികൾ കൃത്യമായി ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തേണ്ട ആവശ്യമില്ല എന്ന് അവർ പറയുന്നു. ഒപ്പം ഡ്രഡ്ജിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ കാര്യമായ തെളിവുകൾ, അല്ലെങ്കിൽ കാര്യമായ തെരച്ചിലിന് മുന്നോട്ട് പോക്കൊന്നും ഉണ്ടാവില്ല എന്ന വാദഗതി ഈ മനാഫ് അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചു. കേരളത്തിൽ നിന്നും വിദഗ്ധരെ എത്തിച്ച് തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ ഈശ്വർ മാൽപ്പ അടക്കമുള്ള ആളുകൾ ആദ്യത്തെ 2 ദിവസത്തെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനെ വഴിതെറ്റിക്കാനുള്ള നീക്കം, ആ തെരച്ചിൽ 2 ദിവസം വൈകാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ഇത്തരത്തിൽ ഈ അർജുനെ കണ്ടെത്തുന്നതിലുപരി ചില വൈകാരികമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നതിലും അത് യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ പുറത്തേക്ക് വിട്ട് വലിയ റീച്ച് ഉണ്ടാക്കുന്നതിനുമാണ് അവർ ശ്രദ്ധിച്ചതെന്ന് പറയുന്നു. മറ്റൊന്ന്, മനാഫ് അനധികൃതമായി ഈ കുടുംബത്തെ അറിയിക്കാതെ, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി എന്ന രീതിയിൽ പണപ്പിരിവ് നടത്തുന്നു എന്ന ആക്ഷേപവും കുടുംബം മുന്നോട്ട് വയ്ക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ആളുകളെ ആ വീട്ടിലേക്ക് എത്തിയ ശേഷം 2000 രൂപ പണം നൽകിക്കുകയും അത് വീഡിയോ ചിത്രീകരിച്ച് യൂട്യൂബ് ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കുടുംബത്തെ ഒരു പിച്ചക്കാരാക്കി മാറ്റുന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ഉണ്ടാകുന്നു എന്നും പറയുന്നു. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് കുടുംബം ഇന്നത്തെ വീട്ടിൽ തന്നെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ, എല്ലാ കുടുംബാംഗങ്ങളും പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യത്തെയും അവസാനത്തെയും വാർത്താ സമ്മേളനമാണ് ഇതെന്നും കുടുംബം പറയുന്നു. കാരണം അർജുൻ്റെ സംസ്കാര ചടങ്ങിന് ശേഷം മാധ്യമങ്ങൾ ആ കാര്യമായ ആ വീട്ടിലേക്ക് പോവുകയോ അവരുടെ പ്രതികരണങ്ങളൊന്നും എടുക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം അവർ ഈ ആഘാതം മറികടന്ന് ജോലിക്ക് പോയി, അല്ലെങ്കിൽ അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് വീണ്ടും പുതിയ വെളിപ്പെടുത്തലുകൾ എന്ന രീതിയിൽ യൂട്യൂബ് ചാനലിൽ കൂടെ പുതിയ വീഡിയോകൾ മനാഫ് എത്തിക്കുന്നു. ഇത് കണ്ട് കുടുംബത്തെ പലരും വിളിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തെ പരിഹസിക്കുന്ന രീതിയിലേക്ക് ആളുകളുടെ മനോഭാവം മാറുന്നു. അതുകൊണ്ട് ദയവായി ഈ കുടുംബത്തെ ഒരു പരിഹാസ കഥാപാത്രമാക്കാൻ, വൈകാരികത ദുരുപയോഗം ചെയ്തുള്ള ഒരു നാടകം കളി ഇനിയും നടത്തരുത് എന്നാണ് കുടുംബം പറയുന്നത്. അപർണ. എം എസ് അനീഷ് കുമാറാണ് പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച അർജുന്റെ കുടുംബവും
ഒപ്പം മനാഫും.